CSIR നെറ്റ് എക്സാം ആയിക്കോട്ടെ, UGC നെറ്റ് എക്സാം ആയിക്കോട്ടെ, ഈ എക്സാമുകളിലൊക്കെ പല സ്റ്റുഡൻസും ജനറൽ ആപ്റ്റിറ്റ്യൂഡിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്ന ഒരു പതിവാണ് കണ്ടുവരുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പാർട്ടായിരിക്കാം നിങ്ങളുടെ റാങ്കിനെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സീരീസിൽ റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും സ്ക്രാച്ചിൽ നിന്ന്, അതായത് വളരെ 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 ബേസിൽ നിന്ന് ഈസിയായി ബിൽഡ് ചെയ്യാൻ പോവാണ്. അപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് സീരീസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇത് ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു പക്ഷേ നിങ്ങൾ മാത്സിൽ ഒരല്പം വീക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയ ഒരു ബേസ് ഉണ്ടാവാം. പക്ഷേ നമ്മൾ ഇവിടെ അതൊരു പ്രശ്നമേ അല്ല. കാരണം ഈ ഒരു സീരീസ് ബിഗിന്നേഴ്സിന് വേണ്ടി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മാത്സിലുള്ള നിങ്ങളുടെ ആ ഫൗണ്ടേഷൻ ബേസ് എന്ന് പറയുന്നത് വീക്ക് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സീരീസിലൂടെ നിങ്ങളുടെ എക്സാമിന് വേണ്ട ഒരു ലെവലിലേക്ക് മാറി വരാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കേ, ഈ ഒരു സീരീസിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ 1 ദറ്റ് ഈസ് ലോജിക്കൽ റീസണിങ് ആണ്. നമ്പർ 2 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഈ ഓരോ പോർഷൻസ് നമ്മൾ കവർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ നെറ്റിൽ മുന്നേ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്ത് പോകും. അതുപോലെ ഈ ലാസ്റ്റത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് കട്ട് ടെക്നിക്കുകളാണ്. നമുക്ക് ഏറ്റവും വലിയ നമ്മൾ ടാക്കിൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടൈമാണ്. അപ്പം ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ്, ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് എന്ത് വേണം? നമ്മുടെ ഷോർട്ട് കട്ട് ടെക്നിക്കുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം കൺസെപ്റ്റ് നമുക്ക് വേണോ അത് മാത്രമേ നമ്മൾ പറഞ്ഞു പോവുള്ളൂ. ഓവറായിട്ട് കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യുകയല്ല നമ്മുടെ ഉദ്ദേശം. എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി എത്ര കൺസെപ്റ്റ് നമുക്ക് വേണോ അത് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഒരു കാര്യം ക്ലിയറായി പറയാം. അതായത് ഇപ്പം CSIR നെറ്റിൽ അല്ലെങ്കിൽ ജനറലി നമ്മുടെ നെറ്റ് എക്സാമിൽ നിങ്ങളൊരു മാത്സ് എക്സ്പേർട്ട് ആണോ എന്നൊന്നുമല്ല ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇടുന്ന ചോദ്യകർത്താവിന് അറിയേണ്ടത്. അദ്ദേഹത്തിന് അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ബേസിക് കൺസെപ്റ്റുകൾ അറിയാമോ? ഫസ്റ്റ് വൺ. രണ്ടാമത്തത്, ഒരു പ്രോബ്ലം നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫാസ്റ്റായി സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? മൂന്നാമത്തത്, തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് കൃത്യമായി കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ പിക്ക് ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങൾക്കുണ്ടോ? ഇത്ര മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. ഈ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ പേപ്പറിനെ കൃത്യമായി മുഴുവൻ മാർക്കോടുകൂടി തന്നെ കവർ ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്പർ സിസ്റ്റത്തെ കുറിച്ചാണ്. എന്താണ് നമ്പർ സിസ്റ്റം? അപ്പോൾ ഈ നമ്പർ സിസ്റ്റത്തെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് അറിയണം എന്ന് വെച്ചാൽ, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഏരിയ ആയിരിക്കും. നമ്മൾ അതിൻ്റെ ബേസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു ക്യാരി ബാഗ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിൽ ഒരു ക്യാരി ബാഗ് ഉണ്ട്. ആ ഒരു ക്യാരി ബാഗിൽ നമുക്ക് കുറച്ച് ആപ്പിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം നമ്മളോട് ഒരാൾ പറയാണ്, ഇതിൽ എത്ര ആപ്പിൾസ് ഉണ്ട് എന്ന് നമ്മളോട് എണ്ണിയെടുക്കാൻ, കൗണ്ട് ചെയ്യാൻ പറയാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് ആദ്യം ഒരു ആപ്പിൾ ഇങ്ങോട്ട് എടുത്തു, എന്നിട്ട് ആ ആപ്പിളിന് ഇതാ ഇവിടെ പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ആപ്പിൾ നമ്മൾ ഇങ്ങോട്ട് എടുത്തു വെച്ചപ്പോൾ യെസ്, എത്ര ആപ്പിൾ അവിടെ എടുത്തു വെച്ചു? 1.
പിന്നീട് നമ്മൾ ഒരു ആപ്പിളും കൂടി എടുത്തു വെച്ചു. അപ്പോൾ ടോട്ടലി എത്രയായി? ദാറ്റ് ഈസ് 2. ഒന്നുകൂടി നമ്മൾ എടുത്തു വെക്കുകയാണ്. അപ്പോൾ എത്രയായി? 3 ആയി. ഇത്തരത്തിൽ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് പോകുമ്പോൾ 1, 2, 3, 4 അങ്ങനെ എക്സെട്രാ പോവും. ഓക്കെ. അപ്പം ഇത്തരത്തിലുള്ള ഈ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയാം? ദാറ്റ് ഈസ് കോൾഡ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ. ഇനി ഈ നാച്ചുറൽ നമ്പർ നമ്മൾ പറഞ്ഞത് 1, 2, 3, 4 എക്സെട്ര ആണ്. ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇതിന്റെ കൂടെ 0യും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അപ്പൊ എങ്ങനെ വരും? ആ നമ്പേഴ്സ് എങ്ങനെ വരും? ആ നമ്പേഴ്സ് ജസ്റ്റ് എന്തായിട്ട് മാറുന്നു? 0, അതായത് 0, 1, 2, 3, 4 എക്സെട്ര എന്ന് പോകുന്നു. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നു. ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് വളരെ ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം 1, 2, 3, 4 അങ്ങനെ പോകുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 0യും കൂടി നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കുകയാണ്. ഓക്കെ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്പർ ലൈനിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്പർ ലൈൻ വളരെ സിമ്പിൾ ആണ്. നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു ലൈൻ ഞാൻ വരക്കുകയാണേ. അപ്പൊ ഈ ലൈനിന്റെ ഈ ഒരു സെൻട്രൽ ഇവിടെ ഒരു ഏരിയയിൽ ഞാൻ 0 എന്ന് മാർക്ക് ചെയ്യാണ്. നിങ്ങൾക്കറിയാം ഇവിടുന്ന് നമ്മൾ റൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താണ് 1 എന്ന് എഴുതുന്നു. ഒരു സ്റ്റെപ്പ് കൂടി റൈറ്റിലേക്ക് പോയാൽ 2, ഒരു സ്റ്റെപ്പ് കൂടി പോയാൽ 3, ഒരു സ്റ്റെപ്പ് കൂടി പോയാൽ 4 എന്ന് നമ്മൾ എഴുതുന്നു. ഇനി നേരെ മറിച്ച് നമ്മൾ ലെഫ്റ്റിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ -1 അഥവാ -2 അല്ലെ, -3 അല്ലെങ്കിൽ -3 ഇങ്ങനെ നമ്മൾ എഴുതി പോകുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് ഹോൾ നമ്പേഴ്സ് ആണ്. അതിന്റെ കൂടെ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി അതിനെ വിളിക്കാം. എന്താണ് നമുക്കതിനെ വിളിക്കാൻ പറ്റുക? ടോട്ടലി നമുക്കതിനെ വിളിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഇന്റിജേഴ്സ്. ഇന്റിജേഴ്സ് എന്ന് നമുക്കതിനെ വിളിക്കാം. ഓക്കെ. പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് എന്ത്? ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു, ഹോൾ നമ്പേഴ്സ് പറഞ്ഞു, ഇന്റിജേഴ്സും പറഞ്ഞു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയൊരു കാറ്റഗറിയും കൂടി. ആ കാറ്റഗറിയുടെ പേരിങ്ങനെയാണ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ്. ഓക്കെ. ജസ്റ്റ് കുറച്ച് പ്രൈം നമ്പേഴ്സ് ഇവിടെ എഴുതാം. 2, 3, 5, 7, then next one is 11, etc. ഓക്കെ. അപ്പം എന്തുകൊണ്ടാണ് ഇവയെ നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്? എന്താണ് അതിന്റെ പിന്നിലുള്ള റീസൺ? ഉദാഹരണത്തിന് ഇതിലില്ലാത്തൊരു നമ്പർ ഞാൻ പിക്ക് ചെയ്യുകയാണേ. ആ നമ്പറാണ് 8. ഈ 8 എന്ന് പറയുന്ന നമ്പറിനെ, അല്ലെങ്കിൽ 8ന് പകരം ഞാനൊരു 12 എടുത്തു, കുറച്ചുകൂടി വലിയൊരു നമ്പർ എടുത്തു, 12 എന്ന് എടുത്തു. ഓക്കെ. ഈ 12ന് എനിക്ക് വേണമെങ്കിൽ 1 × 12 എന്ന് എഴുതാലോ. ഓക്കെ, പോസിബിൾ ആണ്. മറ്റൊരു പോസിബിലിറ്റി ഞാൻ എഴുതാം. ഇത് ഫസ്റ്റ് പോസിബിലിറ്റി ആണ്. മറ്റൊരു പോസിബിലിറ്റി ആയിട്ട് എനിക്ക് എങ്ങനെ എഴുതാം? 2 × 6 എന്ന് എഴുതാം. ഓക്കെ. ഇനി മറ്റൊരു പോസിബിലിറ്റി 3 × 4 എന്ന് എനിക്ക് എഴുതാം. ഓക്കെ. ഇത്രയും രീതിയിൽ എനിക്ക് 12നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 12ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 ഒരു ഫാക്ടറാണ്, 2 ഒരു ഫാക്ടറാണ്, 3 ഒരു ഫാക്ടറാണ്, 4 ഒരു ഫാക്ടറാണ്, 6 ഒരു ഫാക്ടറാണ്, 12 മറ്റൊരു ഫാക്ടറാണ്. 1, 2, 3, 4, 6 and 12 ഇവയാണ് 12ന്റെ ഫാക്ടേഴ്സ്. ഇനി നമുക്ക് ഞാൻ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞ് തന്ന ലിസ്റ്റിലേക്ക് ഒന്ന് വരാം. ഞാൻ ജസ്റ്റ് 5 എടുക്കുകയാണ്.
5 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? 1 × 5 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 5ന്റെ ഫാക്ടേഴ്സ് ഏതാണ്? 1 ആൻഡ് 5. ഇനി 7 ആണെങ്കിലോ? 7 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? 1 × 7. വേറെ ഒരു പോസിബിലിറ്റീസും ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 ആൻഡ് 7. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? ഒന്ന് 1 ആയിരിക്കും. ഓക്കെ, 1 ആയിരിക്കും. മറ്റൊന്ന് അതേ നമ്പർ തന്നെയായിരിക്കും. ഇത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുക. ദീസ് നമ്പേഴ്സ് ആർ കോൾഡ് പ്രൈം നമ്പേഴ്സ്. അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം അതിന്റെ കൂടെ ഏതും വരും? അതേ നമ്പർ തന്നെയും വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈം നമ്പർ? ഓപ്ഷൻസ് ഉണ്ട് 21, 29, 35 ആൻഡ് 39. ഒരു 30 സെക്കൻഡ് എടുത്തോളൂ. ഇതിൽ ഏതാണ് പ്രൈം നമ്പർ എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. യെസ്, നിങ്ങൾക്കൊക്കെ ആൻസർ കിട്ടിക്കാണും. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 29 ആണ്. ഓക്കെ, 29 ആണ് ഇതിന്റെ ആൻസർ. എന്തുകൊണ്ട് ബാക്കിയുള്ള നമ്പർ ഒന്നും പ്രൈം നമ്പർ ആയില്ല, 29 മാത്രം പ്രൈം നമ്പർ ആയി? നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞു തരും. കാരണം ഈ 21ന്റെ കേസ് നമ്മൾ എടുത്താൽ 21നെ എങ്ങനെ എഴുതാം? നമുക്ക് 1 × 21 എന്ന് എഴുതാം. അതുപോലെ എന്താണ് 7 × 3 എന്ന് എഴുതാം. അപ്പൊ 7ഉം 3ഉം അതിന്റെ ഫാക്ടറായി വന്നു. ഏത് മാത്രമല്ല? 1ഉം 21ഉം മാത്രമല്ല. അതുകൊണ്ട് അത് പ്രൈം നമ്പർ അല്ല. 35 ആണെങ്കിൽ നമുക്ക് 1 × 35ന് പുറമെ നമുക്ക് 7 × 5 എന്ന് എഴുതാൻ പറ്റും. 39 ആണെങ്കിൽ 1 × 39 എന്ന് എഴുതുന്നതിന് പുറമെ നമുക്ക് 3 × 13 എന്ന് എഴുതാൻ പറ്റും. പക്ഷെ 29നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? 1 × 29 എന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എഴുതാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ തന്നിരിക്കുന്ന നമ്പറൊക്കെ വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓരോ നമ്പർ കൊണ്ടും വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ടൊക്കെ ആൻസറിലേക്ക് എത്താം. പക്ഷെ അല്പം കൂടി വലിയൊരു നമ്പറാണ് തരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യനെ ടാക്കിൾ ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. കാരണം നമുക്ക് വേണ്ടത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയണം. എല്ലാ സംഖ്യ കൊണ്ടൊന്നും ഡിവൈഡ് ചെയ്ത് നോക്കാനൊന്നും നമുക്ക് അവിടെ എന്തുണ്ടാവില്ല? ടൈം ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നോക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് നമ്മുടെ സീരീസിലെ ഫസ്റ്റത്തെ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. നമ്മുടെ കയ്യിലുള്ള നമ്പർ ഏതാണ്? 29 ആണ്. 29 ആണ്. നിങ്ങൾക്ക് സ്ക്വയേഴ്സിനെ കുറിച്ച് അറിയായിരിക്കും അല്ലേ? അപ്പോൾ 1ന്റെ സ്ക്വയർ എന്താണ്? 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആ നമ്പർ കൊണ്ട് തന്നെ ഒന്ന് ഗുണിച്ച് നോക്കുക. 1 × 1 എന്ന് പറയുന്നത് 1 ആണ്. 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ്സ് 4 ആണ്. 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, 6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഏതാണ്? 36 ആണ്. ഈ സ്ക്വയേഴ്സ്, കുറച്ചുകൂടി വലിയ സംഖ്യകളുടെ സ്ക്വയേഴ്സ് പഠിക്കാനുള്ള ഒരു ഈസി ഷോർട്ട് കട്ട് ട്രിക്കുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യും. അതിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്ക്വയേഴ്സ് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനും വേണ്ട. അപ്പം ഇവിടെ നമ്മുടെ കയ്യിലുള്ള നമ്പർ എന്ന് പറയുന്നത് 29 ആണ്. ഓക്കെ, ഈ സ്ക്വയേഴ്സിൽ ഏതിൻ്റെയൊക്കെ ഇടയിലാണ് 29 വരുന്നത്? യെസ്, 25ൻ്റെയും 36ൻ്റെ ഇടയിലാണ് ഈ 29 വരുന്നത്. 25 എന്ന് പറയുന്നത് 5ൻ്റെ സ്ക്വയർ ആണ്. 36 എന്ന് പറയുന്നത് 6ൻ്റെ സ്ക്വയർ ആണ്. ഇതിൽ ചെറിയ സംഖ്യ ഏതാ? 5 ആണ്. ഓക്കെ, ഈ 5നെ
ഈ 5 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഒന്ന് എഴുതുക. ഏതൊക്കെയാണ്? 2, 3 ആൻഡ് 5. ഇനി ഇതിലെ ഏതെങ്കിലും ഒന്നിന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഏതെങ്കിലും സംഖ്യകളുടെ മൾട്ടിപ്പിൾ ആയിട്ട് 29 വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അത്രയേ ഉള്ളൂ പണി. 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എന്തായാലും 29 വരില്ല. കാരണം എന്താ? 2ന്റെ മൾട്ടിപ്പിൾസ് എപ്പോഴും ഈവൺ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ 29 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പറാണ്. അപ്പം 2 എന്ന് പറയുന്ന ഒരു ചാൻസ് നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ 5 എന്ന് പറയുന്ന നമ്പർ, 5ന്റെ മൾട്ടിപ്പിൾസ് എപ്പോഴും ഒന്നെങ്കിൽ 5ലാണ് എൻഡ് ചെയ്യുക, അല്ലെങ്കിൽ 0ലാണ് എൻഡ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണ്. 5ന്റെ മൾട്ടിപ്പിൾസ് എപ്പോഴും ഒന്നെങ്കിൽ 5ൽ എൻഡ് ചെയ്യും, അല്ലെങ്കിൽ 0ലാണ് എൻഡ് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ 29 എൻഡ് ചെയ്യുന്ന ഏതിലാ? ഇറ്റ് എൻഡ്സ് വിത്ത് 9 ആണ്. അപ്പോൾ അതൊരിക്കലും 5ന്റെ മൾട്ടിപ്പിളും അല്ല. ഇനി 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇത് നമ്മൾ രണ്ടും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്യാം. 3ന്റെ മൾട്ടിപ്പിൾ എന്താണ്? 3 ഇൻറ്റു 9 വരുന്നത് എന്താണ്? 27 ആണ്. 3 ഇൻറ്റു 10 വരുന്നത് എന്താണ്? 30 ആണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും 29 വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് 3ന്റെ മൾട്ടിപ്പിളും അല്ല. സോ ഈ നമ്പേഴ്സിന്റെ ഒന്നും മൾട്ടിപ്പിൾ അല്ലാത്തത് കൊണ്ട് 29 എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് കിട്ടും? പ്രൈം നമ്പർ ആണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പം നമ്മൾ ഈ ഒരു നെറ്റ് എക്സാം പോലെയുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും ഫുൾ കാൽക്കുലേഷൻ ചെയ്യാനുള്ള സമയം കിട്ടില്ല. അപ്പം നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? ഒന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഷോർട്ട് കട്ടുകൾ യൂസ് ചെയ്യാം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ 2നെയും 5നെയും എലിമിനേറ്റ് ചെയ്ത പോലെ നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള മെത്തേഡുകളും നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഈ സീരീസിൽ അതൊക്കെ നമ്മൾ കവർ ചെയ്യും. അപ്പം അത്തരത്തിലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് കുറഞ്ഞ സമയത്തിൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്. വളരെ ചെറുതായി ഞാൻ നിലനിർത്തുകയാണ്, കാരണം നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂൾസിനെ കുറിച്ചാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അതറിയുമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ കാൽക്കുലേഷൻസ് വളരെ സ്പീഡി ആയിട്ട് മാറും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്ലാസ് കാണാം. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് തുടർന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതിൻ്റെ ബാക്കിയുള്ള പാർട്ടുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.